നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരിയിൽ വിദ്യാർത്ഥിയുടെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ നശിപ്പിച്ച് പോലീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് നടപടി. പെട്രോളിയം വില വർധനവിനെതിരെ ചേർപ്പിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ച് CPIM ഏരിയ കമ്മിറ്റി. CPIM ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായ പ്രതിഷേധ പരിപാടി നടത്തിയത്. തൃപ്രയാറിൽ കനോലി കനാലിന് കുറുകെയുള്ള പുതിയ പാലത്തിന്റെ എഗ്രിമെന്റ് നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഗീതാ ഗോപി MLA വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി. വാർത്തകൾ വിശദമായി. അവണിശ്ശേരിയിൽ വിദ്യാർത്ഥിയുടെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ നശിപ്പിച്ച് പോലീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് നടപടി. അവണിശ്ശേരിയിൽ 19കാരന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് പോലീസ് സംഘം 13 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കിയതിനുശേഷം തൃശൂർ ജില്ലയിൽ സിറ്റി റൂറൽ മേഖലയിൽ വ്യാപകമായാണ് മയക്കുമരുന്നിനെതിരെ പരിശോധന നടക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R. ദേശ്മുഖിന്റെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘം കഴിഞ്ഞ ദിവസമാണ് അവണിശ്ശേരിയിലെ വിദ്യാർത്ഥിയുടെ വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയ 13 കഞ്ചാവ് ചെടികൾ കണ്ടെത്തിയത്. വിവിധ വളർച്ചയെത്തിയിട്ടുള്ളതാണ് 13 കഞ്ചാവ് ചെടികളും. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. പെട്രോളിയം വില വർധനവിനെതിരെ ചേർപ്പിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ച് CPIM ഏരിയ കമ്മിറ്റി. CPIM ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായ പ്രതിഷേധ പരിപാടി നടത്തിയത്. നിരവധി പ്രവർത്തകരുമായി പെരുമ്പള്ളിശ്ശേരിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം തായങ്കുളങ്ങരയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. അത് സഹിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വർദ്ധിച്ചു. കേരളത്തിലെ ഹോട്ടൽ വ്യവസായമാകെ വലിയ പ്രതിസന്ധിയിലാണ്. ചായക്ക് 15 പല ഹോട്ടലുകളിലും ഇപ്പോ നമ്മൾ കയറി ചെന്നാൽ ഉച്ചഭക്ഷണമില്ല. ഒരു സ്നാക്സും ഒരു ചായയും ഒതുങ്ങുകയാണ്. പല കടകളും അടച്ചു പൂട്ടി. അതിലെ തൊഴിലാളികളാകെ പിരിഞ്ഞുപോയി. അതർ സംസ്ഥാനത്തെ തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് വന്നവരെല്ലാം ഇവിടെ പണിയില്ലാതെ പോയി. കടക്കാരൻ പട്ടിണിയിലായി. പല കടകളിലെയും സ്ഥിതി അതാണ്. ഇത് കടക്കാരൻ മാത്രമല്ല ദുരിതത്തിലാകുന്നത്. നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം ആളുകൾ, യാത്ര ചെയ്യുന്നവർ, രോഗികൾ, ഓട്ടോറിക്ഷക്കാർ, ടാക്സിക്കാർ, മറ്റിതര മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ഇവരെ എല്ലാം ബാധിക്കുന്നതാണ് ഈ ഹോട്ടൽ വ്യവസായത്തിന്റെ സ്തംഭനം. ചേർപ്പ് ഏരിയ സെക്രട്ടറി AS ദിനകരൻ അധ്യക്ഷനായി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് PA വോഗീസ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ KK അനിൽ, KS മോഹൻദാസ്, VG വനജകുമാരി എന്നിവർ സംസാരിച്ചു. തൃപ്രയാറിൽ കനോലി കനാലിന് കുറുകെയുള്ള പുതിയ പാലത്തിന്റെ എഗ്രിമെന്റ് നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഗീതാ ഗോപി MLA വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PK ബഷീറിന്റെ ഓഫീസിൽ നേരിട്ടെത്തിയാണ് ഇത് സംബന്ധിച്ച കത്ത് MLA കൈമാറിയത്. തൃപ്രയാർ ക്ഷേത്രത്തിന് സമീപത്തെ നിലവിലെ പാലം കാലപ്പഴക്കമുള്ളതാണ്. ഈ സാഹചര്യത്തിൽ പുതിയ പാലം നിർമ്മിക്കാൻ വിശദമായ പദ്ധതി റിപ്പോർട്ട് നേരത്തെ നൽകിയിരുന്നു. ഇതിന്റെ ഭാഗമായി 5 വർഷം മുൻപ് 30 കോടി രൂപ ചെലവ് വരുന്ന പുതിയ പാലം നിർമ്മാണത്തിന് അനുമതിയും ലഭിച്ചിരുന്നതാണ്.
ഇതിൽ 29.48 കോടി രൂപയുടെ സാങ്കേതിക അനുമതി നൽകി ടെൻഡർ നടപടിയും പൂർത്തിയാക്കി. കാസർഗോഡ് ആസ്ഥാനമായ ARS ജാസ്മിൻ എന്ന കമ്പനിക്കാണ് ടെൻഡർ ലഭിച്ചിട്ടുള്ളത്. ഇതേ തുടർന്നാണ് തൃപ്രയാറിലെ പുതിയ പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് MLA വകുപ്പ് മന്ത്രിയെ സമീപിച്ചത്. വെങ്ങിണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിയിൽ പ്രചോദക പ്രഭാഷണ പരമ്പരയുടെ ഭാഗമായുള്ള പ്രഭാഷണം നടന്നു. രക്ഷിതാക്കൾക്കായുള്ള 80ാമത് ബോധവൽക്കരണ പ്രഭാഷണമാണ് നടന്നത്. സുനേത്രി ആയുർവേദാശ്രമത്തിലെ ഓട്ടിസം സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ വൈദ്യ M. പ്രസാദ് പ്രഭാഷണം നയിച്ചു. അവർക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്നത് വരെ ചിലപ്പോൾ മണിക്കൂറുകളാവും, ചിലപ്പോൾ കുറച്ച് തവണയാവും, ചിലപ്പോൾ ചാടുകയാവും, ചിലപ്പോൾ ഹാൻഡ് ഫ്ലാപ്പിംഗ് ആവും. എത്ര നേരം ചെയ്യും പറയാൻ പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ നമുക്ക് തോന്നുകയാണ് ഈ കുട്ടി ഇങ്ങനെ കാണിക്കുന്നത് ഭയങ്കര മോശം, മറ്റുള്ള ആളുകൾ എന്ത് വിചാരിക്കും, നമ്മൾ അത് നിർത്താൻ നോക്കുക, ഇത് ശരിയല്ലല്ലോ എന്നുള്ള നമ്മളുടെ സാമൂഹിക ബോധം. അതിനോട് അയാൾ പ്രതികരിക്കുന്ന രീതി ചിലപ്പോൾ സമാധാനപരമായിക്കൊള്ളണം എന്നില്ല, ചിലപ്പോൾ അയാൾ ഭയങ്കര വയലന്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. കാരണം അയാളെ സംബന്ധിച്ച് അതൊരു സെൽഫ് റെഗുലേറ്റിംഗ് മെക്കാനിസം ആയിരുന്നു. അയാൾക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ അയാൾ കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു. അതിലാണ് നമ്മൾ കയറി ഇടപെട്ടിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെ ഈ പലപ്പോഴും വേണ്ടത് വേണ്ട സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നാൽ ഇവര് ഏറെക്കുറെ ഒരുതരം എൻലൈറ്റൻഡ് സോളുകളെ പോലെ ഇങ്ങനെ ഇരുന്നു. ആരോടും അസൂയയില്ല, ആരോടും മത്സരിക്കാൻ പോവില്ല. എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ സാധാരണഗതിയിൽ നമ്മുടെ സ്വഭാവമായിട്ടുള്ള കുശുമ്പോ വൈരാഗ്യോ പകയോ ഇതൊന്നും ഇവർ കാണിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് ഇതിൽ ആരാണ് കൂടുതൽ ട്രോമയിൽ എന്നുള്ളതാണ്. ഈ കുട്ടികളെ സംബന്ധിച്ച് അവര് യഥാർത്ഥത്തിൽ ഒരു ട്രോമയിലും അല്ല എന്ന് തോന്നുന്നു. നമുക്ക് യഥാർത്ഥത്തിൽ ട്രോമയിലുള്ളത് നമ്മളാണ്. അഡാപ്റ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, സ്പെഷ്യൽ അധ്യാപിക ബിന്ദു കിഷോർ എന്നിവർ സംസാരിച്ചു. 100ഓളം രക്ഷിതാക്കൾ പ്രഭാഷണ പരിപാടിയിൽ പങ്കെടുത്തു. അവണിശ്ശേരി ആനക്കല് സെന്ററിൽ വാട്ടർ കിയോസ്ക് സ്ഥാപിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ് വാട്ടർ കിയോസ്ക്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ അമീർ വാട്ടർ കിയോസ്ക് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ അധ്യക്ഷയായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ഭരതൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പ്രദീപ് പാണപറമ്പിൽ, രശ്മി ബൈജു, വല്ലച്ചിറ രാജേഷ്, ജയശങ്കർ, KB പ്രജിത്ത്, സിനി പ്രദീപ്, ജൂനിയർ ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ അബ്ദുൾ ജലാൽ എന്നിവർ സംസാരിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അംബേദ്കർ നഗർ പാലക്കൽ കുടിവെള്ള പദ്ധതി സമർപ്പിച്ചു. 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതാണ് നടപ്പിലാക്കിയത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ അമീർ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ അധ്യക്ഷയായി. അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസിലി ജോയ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ലീന ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ രശ്മി ബൈജു, പ്രദീപ് വല്ലച്ചിറ, രാജേഷ് ജയശങ്കർ, സിനി പ്രദീപ്, പ്രജിത്ത്, അവണിശ്ശേരി പഞ്ചായത്ത് അംഗം ജോയ്, ജൂനിയർ BDO അബ്ദുൾ ജലാൽ എന്നിവർ സംസാരിച്ചു. വല്ലച്ചിറ സർവീസ് സഹകരണ സംഘത്തിന് കീഴിൽ നവീകരിച്ച നീതി മെഡിക്കൽ ഷോപ്പ് തുറന്നു. വല്ലച്ചിറ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപം പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ ഷോപ്പാണ് നവീകരിച്ചത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷക്കീൽ അമീർ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് CB ഹരിദാസ് അധ്യക്ഷനായി. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമാപ്രകാശൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VP രാജേഷ്, വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിജയ സുരേന്ദ്രൻ, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 7ാം വാർഡ് അംഗം ജിജു ഭരതൻ, സംഘം വൈസ് പ്രസിഡന്റ് മധുസൂദനൻ, സംഘം സെക്രട്ടറി ഇൻചാർജ് T ബൈജു, സംഘം ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ജയലക്ഷ്മി, PA ചന്ദ്രൻ, TS വിജയൻ, സൗമ്യ, CK ശശിധരൻ എന്നിവർ സംസാരിച്ചു. നന്ദിക്കര ശ്രീരാമകൃഷ്ണ വിദ്യാനികേതൻ പബ്ലിക് സ്കൂളിൽ KG വിഭാഗം കുട്ടികളുടെ പ്രവേശനോത്സവം ആകർഷകമായി. അധ്യാപകർ ആരതി ഉഴിഞ്ഞാണ് കുരുന്നുകളെ അക്ഷരലോകത്തേക്ക് വരവേറ്റത്. പറപ്പുക്കര ഗ്രാമപഞ്ചായത്ത് അംഗം KK രാജൻ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു.
കൊടകര വിവേകാനന്ദ ട്രസ്റ്റ് സെക്രട്ടറി KS സുഗേഷ് അധ്യക്ഷനായി. പ്രിൻസിപ്പൽ KR വിജയലക്ഷ്മി, മാനേജർ C രാഗേഷ്, ട്രസ്റ്റ് ജോയിന്റ് സെക്രട്ടറി മോഹനൻ വടക്കേടത്ത്, ഡയറക്ടർ രജത് നാരായണൻ, വിദ്യാലയ സമിതി പ്രസിഡന്റ് K രവീന്ദ്രൻ, സുമ R മേനോൻ, സുനിത തിലകൻ എന്നിവർ സംസാരിച്ചു. കാർട്ടൂൺ കഥാപാത്രവേഷമണിഞ്ഞും സ്വാഗതഗാനം ആലപിച്ചും മധുരം നൽകിയുമാണ് അധ്യാപകർ KG വിഭാഗം കുട്ടികളെ ആരതിയൊഴിഞ്ഞ് അക്ഷരലോകത്തേക്ക് വരവേറ്റത്. വറന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി. ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന പ്രതിനിധി CM റോഷ്നി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്മി നാരായണ ട്രസ്റ്റ് ചെയർമാനും സ്കൂൾ പ്രിൻസിപ്പലുമായ ഡോക്ടർ K രമാദേവി അധ്യക്ഷയായി. സമിതി പ്രസിഡന്റ് ഡോക്ടർ ചന്ദ്രശേഖരൻ, സെക്രട്ടറി P ലോകനാഥൻ, മാതൃസമിതി പ്രസിഡന്റ് ലിജിനി ഫിലിപ്പ്, വാർഡ് മെമ്പർ K മെൽബിൻ, അധ്യാപകരായ KV ഭവ്യ, KS സുമ, കാവ്യ മുകുന്ദൻ എന്നിവർ സംസാരിച്ചു. KG വിഭാഗത്തിൽ പ്രവേശനം നേടിയ കുരുന്നുകളെ സമ്മാനങ്ങളും മധുരവും നൽകിയാണ് വർണ്ണാഭമാക്കിയ ക്ലാസ് മുറികളിൽ അധ്യാപകർ സ്വീകരിച്ചത്. സ്കൂളിലെ മുഴുവൻ കുട്ടികളും സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുത്തു. തുടർന്ന് കുട്ടികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികൾ അരങ്ങേറി. രക്ഷിതാക്കളും സമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ആമ്പല്ലൂർ കമ്മ്യൂണിറ്റി ഹാളിന് സമീപത്തെ കനാൽ റോഡിലെ വീട്ടിൽ മോഷണം. ആമ്പല്ലൂർ നാട്ടേക്കാടൻ ജെറി ബിജുവിന്റെ വീട്ടിലെ AC തകർത്ത് ചെമ്പുകമ്പി മോഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. ടെറസിന് മുകളിൽ സ്ഥാപിച്ചിരുന്ന AC-യുടെ ഔട്ട്ഡോർ യൂണിറ്റിന്റെ ചെമ്പുകമ്പിയാണ് മുറിച്ചെടുത്തത്. വീട്ടുകാർ പുതുക്കാട് പോലീസിൽ പരാതി നൽകി. പ്രദേശത്ത് മോഷണവും സാമൂഹ്യവിരുദ്ധരുടെ ശല്യവും പെരുകുന്നതായി നാട്ടുകാർ പറയുന്നു. രാത്രികളിൽ ആളൊഴിഞ്ഞ കെട്ടിടങ്ങളും പറമ്പുകളും ലഹരി സംഘത്തിന്റെ താവളമായി മാറിയിരിക്കുകയാണ്. കനാലിനോട് ചേർന്നുള്ള ഭൂരിഭാഗം പറമ്പുകളും കാടുമൂടിയ നിലയിലാണ്. ബൈക്കുകളിലെത്തുന്നവർ ഇവിടെ സംഘം ചേർന്ന് ലഹരി ഉപയോഗിക്കുന്നതായും പറയുന്നു. ഈ പ്രദേശത്ത് പോലീസിന്റെ രാത്രികാല പരിശോധന കർശനമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,310 രൂപ, പവന് 1,14,480 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അവണിശ്ശേരിയിൽ വിദ്യാർത്ഥിയുടെ വീട്ടുവളപ്പിൽ കണ്ടെത്തിയ കഞ്ചാവ് ചെടികൾ നശിപ്പിച്ച് പോലീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് നടപടി. പെട്രോളിയം വില വർധനവിനെതിരെ ചേർപ്പിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ച് CPIM ഏരിയ കമ്മിറ്റി. CPIM ചേർപ്പ് ഏരിയ കമ്മിറ്റിയാണ് ജനകീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായ പ്രതിഷേധ പരിപാടി നടത്തിയത്. തൃപ്രയാറിൽ കനോലി കനാലിന് കുറുകെയുള്ള പുതിയ പാലത്തിന്റെ എഗ്രിമെന്റ് നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് ഗീതാ ഗോപി MLA വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.